ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് എൻ്റെ ഒരു Q&A വീഡിയോ ആണ്. മുമ്പ് ഞാൻ ലൈവിൽ വരുമ്പോഴാണേലും അല്ലെങ്കിൽ പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു Q&A ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു Q&A ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ നിന്നും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്നായിട്ടൊക്കെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ ഓരോ ഡൗട്ട്സിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നേരെ കടക്കാം അല്ലേ. അപ്പം ആദ്യം നമുക്ക് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്നെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. ചില ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചവരുടെ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചിലരുടെയൊക്കെ പേര് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. ആദ്യം ഞാൻ ആരാണ്, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം ഒരാൾ ലൈഫ് ആൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു. അതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് പേരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ഡോണ മരിയ ബിജു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് എൻ്റെ പേര് വരുന്നത്. ഓക്കെ. അടുത്ത് ചോദിച്ചിട്ടുള്ളത് പഠിക്കുവാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പഠിക്കുവാണോ അതോ ജോലി ചെയ്യുവാണോ, ജോലി ചെയ്യുവാണെങ്കിൽ എവിടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ജോലി ചെയ്യുവല്ല, ഞാൻ പഠിക്കുകയാണ്. ഞാനിപ്പം അടുത്ത മാസം തൊട്ട് നഴ്സിങ്ങിന്, അതായത് ഈ ഒരു ഡിസംബർ മാസം നഴ്സിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. സോ ഞാൻ പഠിക്കുവാണ്, ജോലിയൊന്നും ചെയ്യുവല്ല. പിന്നെ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വീട് എവിടെയാണെന്നുള്ളത്. എൻ്റെ വീട് വരുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് മാങ്ങാനത്താണ് എൻ്റെ വീട് വരുന്നത്. കോട്ടയംകാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം ഈ സെയിം ആൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഹോബി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഹോബി ഇതേപോലെ വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഇതുപോലെ ഒരു വ്ളോഗിങ് തന്നെയാണ് എൻ്റെ ഹോബി എന്ന് പറയാൻ. അപ്പം ലൈഫ് ആൻഡ് സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ള അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം അച്ഛനെയും അമ്മയെയും കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം പുറത്തൊക്കെ കിളികളുടെയൊക്കെ സൗണ്ട് കാണുമായിരിക്കും, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാനാണുള്ളത്. അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് വീട്ടിലുള്ളത്. ഓക്കെ. അപ്പം എൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ റവന്യൂ എത്രയാണ് വെളിപ്പെടുത്താമോ, റവന്യൂ എന്താ പറയാത്തേന്ന് ചോദിക്കുന്നവരോട്, എനിക്കിതുവരെ യൂട്യൂബിൽ നിന്ന് ₹1 പോലും കിട്ടിയിട്ടില്ല. എൻ്റെ ചാനൽ മോണിറ്റൈസും ആയിട്ടില്ല. സോ റവന്യൂ ഒന്നും വന്നിട്ടില്ല. ഓക്കെ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അലീന തോമസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അലീന തോമസ് എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അലീന തോമസ് ചോദിച്ചിട്ടുള്ളത് ക്രഷ് ഉണ്ടോ എന്നാണ്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ക്രഷായിട്ട് അങ്ങനെയൊന്നുമില്ല. ഓക്കെ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളത് അമൃത മുരളിയാണ് ചോദിച്ചിട്ടുള്ളത്. അമൃത മുരളി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. +1 +2 പഠിച്ചത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവൾ എൻ്റെ കൂടെ +1 +2 പഠിച്ച അതേ സെയിം സ്കൂളിൽ അവൾ കൊമേഴ്സ് പഠിക്കുന്നു, ഞാൻ ബയോമാക്സ് പഠിക്കുന്നു. അപ്പോൾ അവൾ തന്നെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് ഞാൻ എവിടെയാണ് +1 +2 പഠിച്ചതെന്ന്. +1 +2 ഞാൻ പഠിച്ചിട്ടുള്ളത് MD സെമിനാരി, കോട്ടയത്തുള്ള MD സ്കൂളിലാണ് ഞാൻ +1 +2 പഠിച്ചത്. ഓക്കെ. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു കാര്യം ഏത് രാജ്യത്ത് സെറ്റിൽ ആവാനാണ് ആഗ്രഹം. അമൃത മുരളി അല്ല, വേറെ ഒരാൾ ചോദിച്ചതാണ്. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പേരില്ല. ഓക്കെ. ഏത് രാജ്യത്ത് സെറ്റിൽ ആവാനാണ് താല്പര്യമോ ആഗ്രഹമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഓസ്ട്രേലിയയിലൊക്കെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് താല്പര്യം. കാരണം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിലാണ് നഴ്സുമാർക്കൊക്കെ ഹൈ സാലറി എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓസ്ട്രേലിയയാണ് ആഗ്രഹം. പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ട്. അതെന്നോട് ചോദിച്ചത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പേരില്ല. ഓക്കെ. ചിലതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ മാത്രം വായിക്കുന്നത്, അതിന് പേര് കാണത്തില്ല. ഓക്കെ. അപ്പോൾ 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എനിക്ക് 9 A+ഉം ഒരു A പോയത് മാത്സിനാണ്. A+ പോയത് മാത്സിനാണ്, അതിന് A ആണ് കിട്ടിയത്. അപ്പോൾ +2ലെ കാര്യമൊന്നും പറയണ്ട, +2ലെ കാര്യം മുഴുവൻ കണക്കാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു കാര്യം നഴ്സിങ്ങിന് പോകുന്നതിന് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പം ഞാൻ തന്നെയാണ് ആ ഒരു കോളേജിലേക്കും ആ ഒരു സ്ഥലത്തേക്കും പോകുന്നത്. അതിൻ്റേതായ ചില ടെൻഷനുണ്ട്. ആരെങ്കിലും കൂട്ടൊക്കെ കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ടെൻഷനുണ്ട്. ടെൻഷൻ ഇല്ല എന്നല്ല,
പിന്നെ അവർ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുമോ? കാരണം ഞാനിപ്പോൾ തെലുങ്കാനയിലല്ലേ നഴ്സിങ്ങിന് പോകുന്നത്. അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവുമോ? അവർ ഇംഗ്ലീഷാണ് പറയുന്നത്, എന്നാലും നമുക്ക് മനസ്സിലാവുമോ? അവരുടെ ഒരു സ്ലാങ് ഒക്കെ മനസ്സിലാവുമോ ഇല്ലയോ എന്നൊക്കെ ചെറിയൊരു ടെൻഷനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓക്കെ. പിന്നെ ചോദിച്ചിട്ടുള്ള ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എനിക്കിച്ചിരി ഇതായിട്ട് തോന്നിയ ചോദ്യങ്ങളാണ്. എങ്ങനെയുള്ള ആളെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സ്വഭാവമായിരിക്കണം, അത്രേ ഉള്ളൂ. നല്ല സ്വഭാവവും നല്ല എന്താ പറയുക, നല്ല സ്വഭാവമായിരിക്കണം. എല്ലാവർക്കും അത് തന്നെ ആണല്ലോ ഇഷ്ടം. നല്ല സ്വഭാവമായിരിക്കണം, കൈൻഡ് ആയിരിക്കണം, അങ്ങനെയുള്ള കെയറിങ് ആയിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എനിക്കിഷ്ടം. ഓക്കെ. നെക്സ്റ്റ്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അതങ്ങനെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ കല്യാണക്കാരിയാണ് എല്ലാവരും ചോദിക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുമില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുമില്ല. ഓക്കെ, ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുമില്ല, കല്യാണം കഴിഞ്ഞിട്ടുമില്ല. പിന്നെ അതിനോട് അനുബന്ധിച്ച് എന്നെ കുറേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കുട്ടികളുണ്ടോ? എത്ര കുട്ടികളാണുള്ളത്? കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികളുമില്ല. അപ്പോൾ ആ കാര്യത്തിൽ ക്ലിയർ ആയെന്ന് തോന്നുന്നു. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണെന്ന് അമൃത മുരളി തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴാണ് കണ്ടത്, വിട്ടുപോയതാണ്. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് അമൃത മുരളിയൊക്കെ MDയിലാണ് പഠിക്കുന്നത്. MD സ്കൂളിൽ ഞങ്ങൾ +1 +2 ഒന്നിച്ച് പഠിച്ചതാണ്. MD സ്കൂളിൽ അമൃത, അതുപോലെ തന്നെ ഐശ്വര്യ, ദേവനന്ദന, റയ, എലിസബത്ത്, പിന്നെന്താ ആൽവി, ജോയൽ, അമിത്, അങ്ങനെ കുറച്ച് പേരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അവിടെ. പിന്നെ ആരാ, പിന്നെയും കുറേ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ബേക്കർ സ്കൂളിലാണെങ്കിൽ രമ്യ, ശിവാനി, ഇവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ ഡോൺ ബോസ്കോയിലാണേലും നമ്മുടെ ദേവിമ, ഹെർ പ്ലേസിൻ്റെ ഓണർ ദേവിമ, അതുപോലെ തന്നെ ജോന, ജെസിയ, സാനിയ, സംഗീത, അങ്ങനെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പിന്നെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ കുട്ടികൾ ബെസ്റ്റ് ഫ്രണ്ട്സ്, നമ്മുടെ അബിയ, നമ്മുടെ വീഡിയോസിൻ്റെ അകത്തൊക്കെ ഇടയ്ക്ക് വരുന്ന, അങ്ങനെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് പറഞ്ഞു. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ളത് ലൈനുണ്ടോ എന്നാണ്. ലൈനില്ല ഗൈസ്, ലൈനില്ല. പിന്നെ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല കേട്ടോ, ഇനിയും ഫോണിൻ്റെ അകത്ത് എനിക്ക് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ബുക്കിൻ്റെ അകത്തുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമാണ്. കമ്മ്യൂണിറ്റിക്കകത്ത് ഇനിയും ചോദ്യത്തിന് ആൻസർ പറയാനുണ്ട്. ലൈഫ് ഗോൾസ് ഉണ്ടോ എന്ന്. ലൈഫ് ഗോൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കൺട്രിയിൽ സെറ്റിൽ ആവണം, അങ്ങനെയുള്ളൂ. പിന്നെ ഉള്ളൊരു കാര്യം, എനിക്ക് ഈയിടെയായിട്ട് തോന്നിയൊരു തോന്നലാണ്, എനിക്ക് എറണാകുളത്ത് കൊച്ചിയിലൊരു വീട് മേടിക്കണം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിക്കണം എന്നുള്ള ആഗ്രഹം ഈയിടയ്ക്ക് എനിക്ക് വന്നൊരാഗ്രഹമാണ്. അങ്ങനെ ഇനി നമുക്ക് ഫോണിൻ്റെ അകത്ത് കമ്മ്യൂണിറ്റിക്കകത്തെ ക്വസ്റ്റ്യൻസ് വായിക്കാം. അപ്പോൾ കമ്മ്യൂണിറ്റിക്കകത്ത് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, എന്താണ് പഠിക്കുന്നത് ഇപ്പം? റോസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. റോസ്, ഞാനിപ്പം അടുത്ത മാസം തൊട്ട് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ. അപ്പം അലീന തോമസ് ചോദിച്ചിട്ടുണ്ട്, ബിഗ് ഡ്രീം എന്താണ്? ഇപ്പോൾ ഉള്ള ഡ്രീം എനിക്ക് നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് ഒരു ഓസ്ട്രേലിയയിൽ പോയിട്ട് സെറ്റിൽ ആവണം, അതുപോലെ തന്നെ എനിക്ക് കൊച്ചിയിലൊരു വീട് മേടിക്കണം, ഫ്ലാറ്റ് മേടിക്കണം, അങ്ങനെ ഒരു ഡ്രീമാണ് എനിക്കിപ്പോൾ ഉള്ളത്. പിന്നെ ഫാത്തിമ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫാത്തിമ നമ്മുടെ സബ്സ്ക്രൈബറാണ്, എന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഫാത്തിമ. അപ്പോൾ യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ, അതിൻ്റെ വേറൊരു വീഡിയോ, ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ അതിനെ ഉദ്ദേശിച്ച് തന്നെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ പറയാം, എനിക്കങ്ങനെ ബ്യൂട്ടി കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് കുറേ ഫേസ് പാക്കൊക്കെ വെറുതെ ഇങ്ങനെ ഇടും. അതുപോലെ തന്നെ പണ്ടോട്ടേ മേക്കപ്പിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാലും ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ ആണെങ്കിലും മുഴുവൻ ഇങ്ങനെ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ അന്നല്ല തുടങ്ങിയത്, ഇപ്പം അടുത്ത മാസം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം ആവുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ അങ്ങനെ ഞാൻ ചുമ്മാ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? അതിന് ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കമ്മിറ്റഡ് അല്ല, അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടും നല്ലതാണ്. ഓക്കെ, ഞാൻ അത്രേ പറയുള്ളൂ. ഇഷ്ടപ്പെട്ട യൂട്യൂബർ അർച്ചന ദേവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ്. അർച്ചന ദേവാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർ. റീസെൻ്റ്ലി ഹാപ്പി ഓർ സാഡ്? ഹാപ്പിയാണ്. നെഗറ്റീവ് വരുമ്പോൾ സങ്കടം വരുമോ? നെഗറ്റീവ് വരുമ്പോൾ സങ്കടം പറയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നേക്കാം. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ.
അതിൻ്റെ റീസൺ. പിന്നെയും കുറേ നമ്മൾ ലൈവൊക്കെ പറയുമ്പോൾ ലൈവിലൊക്കെ കയറുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ നെഗറ്റീവൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറേ സഹിയിടുമ്പോൾ അവരെ എടുത്ത് ലൈവിൽ നിന്ന് ഔട്ടാക്കി കളയും, ലൈവിൽ നിന്ന് പറഞ്ഞു വിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു Q&A അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും തന്നെ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.